ഹലോ, നമുക്കിന്നൊരു ബുക്ക് ബൈൻഡ് ചെയ്തെടുത്താലോ? സൂചി നൂലൊന്നും ഇല്ലാത്തൊരു ബൈൻഡിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് പശ മാത്രം മതി എന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ തുടങ്ങല്ലേ. ആദ്യം നമ്മൾ ഏത് പേപ്പറാണോ എടുക്കുന്നത് അതിന് നല്ലപോലെ കുത്തി അടുക്കി എടുത്തിട്ട് ക്ലിപ്പിട്ട് നല്ലപോലെ സേഫ് ആക്കി വെക്കാം. കറക്റ്റ് ആയിട്ട് എണ്ണം പറയാനാണെങ്കിൽ ഞാനൊരു 65 പേപ്പർ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ബുക്കിന്റെ ആവശ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ A4 ഷീറ്റിനെ കട്ട് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഇത്രയും വലുപ്പം ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി പേപ്പറിനെ എല്ലാം നല്ലപോലെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഫസ്റ്റ് കോട്ട് ഗ്ലൂ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് കുത്തിയിരിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, അത് വീതിയുള്ള പേപ്പർ ക്ലിപ്പ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പ് കുത്തി. നിങ്ങളുടെ അടുത്ത് ആ ക്ലിപ്പും ഈ ക്ലിപ്പും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ അഴയിൽ കുത്തുന്ന ക്ലിപ്പ് എടുത്ത് കുത്തിയാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടോപ്പ് പോർഷനിൽ മാത്രം വരുന്ന രീതിക്ക് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ക്ലിപ്പ് പേപ്പറിൽ ഒട്ടി പിടിക്കുകയും ചെയ്യും, മൂർന്ന സമയത്ത് പേപ്പർ കീറുകയും ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിനെ ഉണങ്ങാൻ വെക്കണ സമയത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഇതിന്റെ പൊക്കത്തേക്ക് വെച്ചു കൊടുക്കുക മാത്രമല്ല നല്ല പ്രഷർ കൊടുത്ത് നമ്മളും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇൻഡസ്ട്രിയൽ ആയിട്ട് ബുക്ക് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് ബുക്ക് പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിന്റെ നടുക്കോട്ട് ബുക്കിനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പ്രഷർ കൊടുത്തിട്ട് ഇങ്ങനെ അമ്മക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് സെറ്റ് ആവും. നമ്മുടെ അടുത്ത് ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് പ്രഷർ നമ്മൾ തന്നെ കൊടുക്കണം, വേറെ ഒരു വഴിയില്ല. ഇത്രേ ഉള്ളൂ, ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഒരു പുറംചട്ടയും കൂടെ സെറ്റാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിന് നമ്മൾ എടുത്തേക്കുന്ന പേപ്പറിന്റെ വലുപ്പത്തിലെ 2 കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുക്കുക. പിന്നെ ബൈൻഡ് ചെയ്തേക്കുന്നതിന്റെ വീതിക്ക് അനുസരിച്ച് ഒരു കുഞ്ഞു പീസ് സെന്ററിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 3 കാർഡ്ബോർഡ് പീസും കൂടെ ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ സാധാ ബുക്ക് പൊതിയുമല്ലോ അതേ സ്കീം തന്നെ, പക്ഷെ പേപ്പറിന്റെ എല്ലാ ഭാഗത്തും പശ തേക്കണം എന്ന് മാത്രം. ഞാനെടുത്ത പേപ്പർ A4 സൈസ് ആയത് കാരണം പൊതിയാനായിട്ട് എനിക്ക് വേറെ പേപ്പർ ഒന്നും കിട്ടില്ല. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് തപ്പി നടന്നപ്പോ ഈ ഒരു പേപ്പർ കിട്ടി. ശരിക്കും ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പിന്നെ കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തെന്നോർത്ത് കട്ടിയുള്ള പുറംചട്ട കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ എടുത്താലും മതി. നമ്മുടെ സാധാരണ നോട്ട്ബുക്കുകളുടെ പുറംചട്ടയ്ക്കൊന്നും ഇതിന് മാത്രം കട്ടിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പുറംചട്ടയ്ക്ക് ഒരു ഇച്ചിരി കട്ടിക്കൊക്കെ ഇരിക്കുമ്പോഴാണ് അതിന്റേതായ ഒരു ഭംഗി ഉണ്ടാവുക. പിന്നുണ്ടല്ലോ, ഞാൻ അള്ളിവാരി ഇത്രയും പശ തേച്ചേക്കുന്ന കണ്ടിട്ട് ഇത്ര ഒന്നും ഇടണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒട്ടിയിരിക്കണം, അതിന് ഭാഗത്തിനുള്ള പശ തേച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെന്ററിൽ ഒട്ടിച്ചിരിക്കുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ, അത് ഈ 2 പീസിന്റെയും ഇടയ്ക്ക് ഒട്ടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ ബുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഈ ബൈൻഡ് ചെയ്ത പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാണ്ട് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബുക്കും പുറംചട്ടയും എല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ സെന്ററിലും ഫ്രണ്ടിലും ബാക്കിലും പശ തേച്ചിട്ട് ഈ പുറംചട്ടയിലോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ആ സെന്റർ പീസ് ഒട്ടിച്ചപ്പോൾ ഗ്യാപ്പ് വിട്ടില്ല എന്ന് പറഞ്ഞില്ല, അത് വിടാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നം, പറയാൻ പാകത്തിനൊന്നുമില്ല, എന്നാലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഈ ബാക്ക് പേജ് ആൻഡ് ഫ്രണ്ട് പേജ് ഈ പുറംചട്ടയിലേക്ക് ഒട്ടിക്കുമല്ലോ, അപ്പോഴും ഈ ഗ്ലൂ ഫുള്ളായിട്ട് തേക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഈ 4 ഭാഗത്ത് അങ്ങോട്ട് തേച്ചിട്ട് ഒട്ടിച്ചാലും മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ബുക്കിനെ പൊതിയാനായിട്ട് എന്റെ ഒരു പഴയ ചുരിദാറിനെ ഞാൻ വെട്ടിക്കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ കുറച്ച് ഓട്ടകളൊക്കെ ഉണ്ട്. അതിന് ഇതിന്റെ പൊക്കത്തേക്ക് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഈ ബ്രൗൺ കളർ ആ ഓട്ടയെക്കൂടെ കാണുമ്പോൾ ഒരു ഡിം അടിച്ച പോലെ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വൈറ്റ് പേപ്പർ ഈ പുറംചട്ടയുടെ പൊക്കത്തേക്ക് ഞാൻ ഒട്ടിക്കുന്നത് കേട്ടോ. ഇങ്ങനൊന്നും ആരും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇമ്മാതിരി ഓട്ടയും വെച്ചിട്ട് ഞാൻ ബ്രൗൺ കളറിലേക്ക് പൊതിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡിമ്മാവാണ്ടിരിക്കും, അതും ഈ യെല്ലോ കളർ. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ ക്ലോത്ത് എടുത്താൽ മതി കേട്ടോ പൊതിയാനായിട്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ വേണമെന്നില്ല, ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിച്ചാൽ മതി. പിന്നെ വിചാരിക്കണ പോലെ വലിയ ടഫ് ഒന്നും അല്ല ഈ തുണി വെച്ചിട്ട് ബുക്ക് പൊതിയാനായിട്ട്. നമ്മൾ സാധാരണ പേപ്പർ വെച്ച് പൊതിയുന്നതിന് പകരം തുണി വെച്ച് പൊതിയുന്നു മാത്രമേ ഉള്ളൂ. സെയിം മെത്തേഡ്, സെയിം പ്രൊസീജിയർ. നല്ല ക്യൂട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കളറൊക്കെ ഞാൻ തപ്പി നോക്കി, പേസ്റ്റൽ ഷെയ്ഡൊക്കെ, പക്ഷെ ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല. മതി, നമ്മുടെ മെയിൻ ബൈൻഡിങ് ആണല്ലോ, അത് നമ്മൾ ചെയ്തല്ലോ. പിന്നെ ഈ ഒരു ലേസ്, ഇതും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചൊന്നുമല്ല, പിള്ളേരുടെ ഉടുപ്പിന്ന് എപ്പോഴോ ഞാൻ വലിച്ചു പറിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ബാക്ക് സൈഡിലും കൂടെ ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ളത് തികഞ്ഞില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രം ഒട്ടിച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തികയണ പോലത്തെ റിബണൊക്കെ ഞാൻ വെച്ച് നോക്കി, പക്ഷെ അതൊന്നും അത്രയ്ക്ക് മാച്ചിങ് ആയില്ല. അപ്പൊ പിന്നെ ഇത് തന്നെ മതി, ഫ്രണ്ടിൽ മാത്രം ഒട്ടിച്ചാൽ മതി എന്നങ്ങ് തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ ഈ ലേസും ക്ലോത്തും എല്ലാം ഒട്ടിച്ചല്ലോ, ഇനി അതിനെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പശ തേച്ചിട്ട് ഒരു പേജും കൂടെ ഇതിലോട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും ഓരോ പേജ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. പിന്നെ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു റിബൺ കൊണ്ട് ഒരു ബോയിനെ ഉണ്ടാക്കി ഞാൻ ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വിചാരിച്ച പോലൊന്നും അല്ല കേട്ടോ, മൊത്തത്തിൽ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലേ? ഭംഗിയില്ലേ? ഇനിയിപ്പൊ എന്തൊക്കെയാന്ന് പറഞ്ഞാലും, എത്ര കാശ് കൊടുത്ത് മേടിച്ചാന്ന് പറഞ്ഞാലും, നമ്മൾ ഉണ്ടാക്കിയ ഒരു ബുക്കിന്റോളം വേറെ ഒരു ബുക്കും വരത്തില്ല. അപ്പൊ എല്ലാരും പോയിട്ട് ഓരോ നോട്ട്ബുക്ക് ഒക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ബൈ, സീ യു.